ചിരിച്ച ബിന്ദു ക്യാമറയിൽ നോക്കി ചിരിക്കുക. ഇതേതാണ് ഈ കുട്ടി? ഈ കുട്ടി ഏതാണ്? നോക്കട്ടെ, കുട്ടീനെ നോക്കട്ടെ. ചിരിച്ചേ. ഐ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നിങ്ങള് തംബ്നെയിൽ കണ്ട പോലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഫ്രെയിമിൽ നിങ്ങൾക്ക് എന്നെ മാത്രമല്ലേ കാണാനുള്ളൂ, പക്ഷെ നമ്മുടെ കൂടെ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ തറവാട്ടിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ എത്തിയിട്ടുണ്ട്. That is none other than ഇങ്കു പിങ്കു. Say hi. നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? അല്ല, നെയ് ബീഫും. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ, ഗൈസ് കേക്കട്ടെ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ബീഫും. ഇനി പെങ്കു ആ പെങ്കു എക്സൈറ്റഡ് ആണോ? ഇഷ്ടാണോ? ആണോ? അപ്പോ റെഡി? ആരുണ്ടാക്കാൻ പോകുന്നത്? നമ്മുടെ കുക്കാരാ? ബിന്ദമ്മ. ആ പറയ്, ബിന്ദമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? വിശക്കുണ്ടാ? പോയാലോ? അപ്പൊ പറയും പോകാം വീഡിയോയിലേക്ക്. റെഡി? ആ ഇതിലേക്ക് നോക്കി പറയും. ബീഫ് നെയ്ച്ചോറ്. ആ പോയാലോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? LKG. മൈ നെയിം ഇനിയൊരു പാട്ട് പാടാമോ? തായ് തായ് മിഠായി തിന്നുമ്പോ ഇഷ്ടായി തിന്നു കഴിഞ്ഞപ്പോ കഷ്ടായി. സൂപ്പർ. ഇനി വേറെ പാട്ട് പാടാമോ? അടിപൊളിയായിട്ട് പാടിയല്ലോ. പിന്നെ നമ്മൾ ഈ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഇന്ന് ആരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞേ. പിന്നെ സൂപ്പർ. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? ബിന്ദമ്മേരുടെ അടുത്തേക്ക്. എന്നിട്ട് നമുക്ക് നെയ്ച്ചോറും ബീഫും കഴിക്കാം. സൂപ്പർ. ഹലോ ഗായ്സ്, അപ്പൊ ഇൻട്രോയില് കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്ച്ചോറും ബീഫും ആണ്. ബീഫ് അമ്മയുടെ സ്വന്തം റെസിപ്പിയാണ്. നെയ്ച്ചോറ് അമ്മ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചതാണ് കേട്ടോ. യൂട്യൂബിൽ നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ ചാനലുണ്ടല്ലോ, പുള്ളിയുടെ ചാനലിൽ നിന്നാണ് അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നെയ്ച്ചോറും ബീഫൊക്കെ പുറത്ത് കഴിച്ചതിനെക്കാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവിടെ അമ്മയുടെ കുക്കിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 1-2 തവണ ഞങ്ങൾ അടുപ്പിച്ച് വെക്കണു. അപ്പോൾ അമ്മയുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബീഫ് കറി, കുക്കർ ബീഫ് കറിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലേക്ക് സവാള,
ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അത് സോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് പൊടികളൊക്കെ ഒന്ന് എന്താ പറയുക അമ്മ അതിനെ ചൂടാക്കി എടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി അതിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുക്കിംഗ് ഒന്നും ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അമ്മ അതിങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇതിലല്ലല്ലോ ഇട്ടേക്കുന്നത്, മഞ്ഞപ്പൊടി ഇതിലല്ല കേട്ടോ. മഞ്ഞപ്പൊടി നമ്മുടെ കുക്കറിലാണ് ഇടുന്നത്. സംഭവം നമുക്കിത് കഴിച്ചല്ലേ ശീലമുള്ളൂ, ഉണ്ടാക്കിയ ശീലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി സോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടാണ് നമ്മളിതിൽ ചേർക്കുക കേട്ടോ. അപ്പം ഇത് കയ്യിൽ ചെറുതായ കാരണം നമ്മുടെ തങ്കപ്പൻ എടുത്തത് ചെറുതായ കാരണേ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ഇത് കരിയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട, ഇത് കരിയുന്ന സംഭവമല്ല. ഇങ്ങനെ പുകയൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നന്നായിട്ട് ഇതിങ്ങനെ ചൂടാവണം. നമ്മുടെ എന്താ പറയുക മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് അതിൽ ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ അമ്മ ഇവിടെ ഈസ്റ്റേണിൻ്റെ ബീഫ് മസാലയാണ്, ബീഫ് ഉലർത്ത് മസാല, അങ്ങനത്തെ മസാലയാണ് അമ്മ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല എന്താ പറയുക സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ ഈ അമ്മേനെ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയല്ലേ, അല്ലെങ്കിൽ പ്രത്യേക ഭംഗിയാണ്. പക്ഷെ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം രാവിലെ തന്നെ സുന്ദരിയായിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോട്ട് ചെയ്ത സംഭവത്തിലേക്ക് നമ്മുടെ ഈ ഒരു തക്കാളിയും കൂടിയുടെ അരപ്പ് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ഇനി അതിൻ്റെ ഒരു പച്ചച്ചവ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണം. ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ക്ഷമ പോയി ഗൈസ്. അപ്പം അമ്മ നമ്മുടെ കൃഷിയിടത്തിലെ എന്താ പറയുക കറിവേപ്പില പൊട്ടിച്ചു കൊണ്ടുവന്നതിൻ്റെ ഇത് പറയാം കേട്ടോ. അത് കണ്ടോ, ഞാൻ നട്ട് വളർത്തിൻ്റെ കറിവേപ്പിലാണെന്നാണ് ആ ഡയലോഗ് ഉള്ളത്. അങ്ങനെ അപ്പുറത്ത് നമ്മൾ ഈ എന്താ പറയുക മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചൂടാക്കിയിരുന്നല്ലോ, അത് നേരെ ഇതിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് അത് ഇനി വേറെ അത് കുക്കാവേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിൻ്റെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നേരെ അമ്മ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് അത്യാവശ്യം നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് നാരങ്ങ നീരൊക്കെ കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് തട്ടുകയാണ്. എന്നിട്ട് മീറ്റ് മസാല അല്ലെങ്കിൽ അമ്മ ബീഫ് ഉലർത്ത് മസാല ഇടാറുണ്ട്. ഇതിലേതെങ്കിലും ഒരു മസാല നിങ്ങൾക്ക് ഏതാണോ ആ ഒരു മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് അതങ്ങ് ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്. ഇതുവരെ മേ ബി നിങ്ങളെല്ലാവരും കാണുന്ന എന്താ പറയുക ഒരു സ്റ്റൈലായിരിക്കാം. ഇത് കണ്ടോ, ഉലുവ വെള്ളമാണ് അമ്മ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അത് വേണമെന്നുണ്ടെങ്കിൽ റീസൺ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അമ്മോട് ചോദിച്ചിട്ട് കൊടുത്തേക്കാം. ഉലുവ വെള്ളം ഒഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അമ്മ ബീഫ് കറി ഉണ്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് അമ്മ ഈ ഉലുവ വെള്ളം ഒഴിക്കണേന്ന്. അപ്പോഴേക്കും പെങ്ക് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കുകയാണ്. ബീഫ് വേവേണ്ട വിസിൽ എത്രയാണോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ മേടിച്ച ബീഫും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമ്മളൊരു എന്താ പറയുക ഒരു നോൺ സ്റ്റിക്ക് ചട്ടി എടുത്തു. അതിലോട്ട് നമ്മുടെ കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് ബെസ്റ്റ് ആളുടെ അടുത്താണ് അമ്മ മാറ്റി വെക്കുന്നത്. ഇതിൽ പകുതി ഞാൻ കഴിച്ചു തീർത്തു. അതൊരു സന്തോഷമാണല്ലോ. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു കൊച്ചിന് ഈ കാഷ്യൂനട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തത് കൊടുത്തിട്ട്, നെയ്യല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് ഇഷ്ടപ്പെടാത്തത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തുകൊണ്ടല്ല കേട്ടോ, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പെങ്കുവിന് അത് ഇഷ്ടമായില്ല. അമ്മ എന്താണെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചു നെയ്യിൽ എന്തുകൊണ്ട് ഫ്രൈ ചെയ്തില്ല എന്ന്. അമ്മ പറഞ്ഞു നെയ്യിൽ വേണ്ട, ഇത് ലാസ്റ്റ് നമുക്ക് നെയ്യ് മറ്റേതിൽ ഒഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. അപ്പോൾ ബീഫിൻ്റെ പ്രിപ്പറേഷൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ബീഫ് നമുക്ക് ഗ്രേവി ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ കുറച്ചും കൂടിയും വെള്ളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ഗ്രേവിയാക്കി സെറ്റാക്കി എടുത്തു. കാരണം നമ്മൾ കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, വീട്ടിലൊരു 7 പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഗ്രേവി തികയാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ അമ്മ വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും സ്പെഷ്യലി പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. തങ്കനാണ് ഈ ഒരു പോർഷനൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ തങ്കൻ അമ്മോട് പറഞ്ഞു ഇത് എന്താ കുറേ നെയ്യുണ്ടല്ലോ, ഭയങ്കര നെയ്യുടെ കുത്തായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു, നെയ്യ് കറക്റ്റായിരുന്നു. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചതിലെ ഏറ്റവും ബെസ്റ്റ് നെയ്ച്ചോറ്
മിസ്സസ് ബിന്ദു അനിൽകുമാർ ഉണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറാണ് ഗൈസ്. കണ്ണും പൂട്ടി പറയാം. ഞാനുണ്ടല്ലോ അമ്മയുടെ ഇപ്പോഴത്തെ ഇങ്ങനത്തെ കുക്കിങ്ങിൻ്റെ ഒരു ഫാൻ ഗേളാണ്. പണ്ടൊന്നും അമ്മ വലിയ കാര്യമായിട്ട് ഇതുപോലുള്ള കുക്കിംഗ് ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പം അമ്മ പ്രോ അല്ല, പ്രോ മാക്സ് ആണ്. ബിന്ദു അനിൽകുമാർ ഈസ് പ്രോ മാക്സ് ഓഫ് ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് കുക്കിംഗ്, ബിരിയാണി, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി അമ്മേനെ കൊണ്ട് ഒരു ദിവസം ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിക്കണം. അങ്ങനെ ഈ പറഞ്ഞ റൈസിലേക്ക് ചൂടുവെള്ളമാണ് അമ്മ ഒഴിച്ചു കൊടുക്കണത്. പെട്ടെന്ന് സെറ്റായിട്ടോ. ഇതിനെക്കാട്ടും സ്പീഡിലാണ് അമ്മ ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മൾ പപ്പടം വറുക്കാനായിട്ട് മറന്നുപോയി. ആക്ച്വലി ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ പപ്പടം വറുത്തത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു വീട്ടിൽ, പിന്നെ അത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈ ഇല്ലാണ്ടിരുന്നത്. പപ്പടം വറുക്കാനായിട്ട് അമ്മ മറന്നുപോയി. പിന്നെ വേഗം സാലഡൊക്കെ ഇതാക്കി നമ്മുടെ സബോള വെച്ചിട്ടുള്ള ഒരു അച്ചാറായിരുന്നു, സ്പെഷ്യലി തട്ടിക്കൂട്ടച്ചാർ. തട്ടിക്കൂട്ടല്ല, അച്ഛൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം അങ്ങനെ അയ്യോ ഇത് കാണുമ്പോൾ വീണ്ടും കൊതിയാവനോട്ടോ. കണ്ട, ഇത് വെൽ കുക്ക്ഡാണ്, എല്ലാം സെറ്റാണ്. ഇതിപ്പോൾ ഞാൻ, തങ്കപ്പൻ, അച്ഛൻ, അമ്മയാണെങ്കിൽ നമുക്കിത് സെറ്റാണ്. കുറച്ച് മല്ലിയിലും കുറച്ച് വേപ്പിലൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചേച്ചിമാരും ഉണ്ണി എല്ലാവരും ഉള്ളപ്പോൾ കണ്ടോ, അടിയിൽ നോക്കുമ്പോൾ ഗ്രേവി ഉണ്ട്. നമുക്ക് കുറച്ചും കൂടിയും ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടിയും ഗ്രേവിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോറിൽ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. നമ്മളെല്ലാവരും വിശന്നിട്ട് എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാം അമ്മ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി. കൊതിയാവുമെന്ന് പറയുമ്പോൾ അമ്മ ഹാപ്പിയാണ് കേട്ടോ. എന്തോ നമ്മുടെ തങ്കപ്പൻ ചോദിച്ചതാണ്, ഇതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഗ്രേവി കാണുന്നത്. തങ്കപ്പൻ ചോദിച്ചുകൊണ്ടല്ല കേട്ടോ, അമ്മ കുറച്ചും കൂടിയും അതിൽ എന്താ പറയുക ചൂടുവെള്ളമൊക്കെ വെച്ച് ഗ്രേവി സെറ്റാക്കി. പിന്നെ നമ്മുടെ ചോറ് നമ്മളിട്ട് സെറ്റ് ചെയ്യാണ്. കുറച്ച് ബീഫ് കറി, അതുപോലെ സലാഡ്, അച്ചാർ, പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേരെ. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുള്ള. നമുക്ക് വീണ്ടും ഒരു ദിവസം ഇതുപോലെ ഒരു ഡെയിലി വ്ളോഗിൽ അമ്മ ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ ബീഫ് കറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പപ്പടമൊക്കെ ആയിട്ട് ഒരു തവണ സെറ്റാക്കാം. എന്തായാലും നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചു കേട്ടോ. ഞാനും പെങ്കുവിന് അമ്മയാണ് വാരി കൊടുത്തോണ്ടിരുന്നത്. പെങ്കു ക്യാമറ ഓണാക്കി വെച്ചിട്ട് സ്വന്തം ഫേസ് കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ കീർത്തേച്ചി, രമ്യ ചേച്ചി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും അത്യാവശ്യം കഴിച്ചു, അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്ച്ചോർ ബീഫ് കറിയുടെ ഒരു മിനി സ്റ്റോറി, മിനി പ്രിപ്പറേഷൻ. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാനിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ പറയുക അളവും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ച് രണ്ടുപേരും ടി വി ഒക്കെ കണ്ട് റെസ്റ്റ് ചെയ്യാണ്, പെങ്കും അമ്മയും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.